ബോസേ, ഓട് തകർന്നാൽ നമുക്ക് മാറ്റിയിടാം, പക്ഷേ മനസ്സ് തകർന്നാൽ മാറ്റിയിടാൻ പറ്റില്ലെന്ന് മഹാകവി ശ്യാമപ്രസാദ് പറഞ്ഞിട്ടുണ്ട്. ശ്യാമപ്രസാദ് ആണോ അതോ സത്യനന്ദിക്കാടാണോ? അയ്യോ പാവം ബോസ് പിന്നെയും കൺഫ്യൂസ് ആയി. ബോസ് 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 ആ ഓൺ ഇങ്ങോട്ട് എടുക്ക്. മര്യാദക്ക് എടുത്ത് തന്നോണ്ടിരുന്ന വെറുതെ ഞാൻ ടെൻഷൻ എടുപ്പിച്ചു. ബോസ് സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചോണേ, ദേഷ്യത്തിന് ഇതൊന്ന് വലിച്ചു പറിച്ചോണ്ട് ഓട് 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 താ ഓട് എന്റെ നാട് മൊത്തം ഇങ്ങ് പോന്നോ? ഹലോ, എന്താ ഇതുവരെ വിളിക്കാഞ്ഞേ? എഴുന്നേക്കാൻ ലേറ്റായല്ലേ? അതിന് ഞാൻ ഉറങ്ങിട്ട് വേണ്ടേ? ഞാനും അതെ. നേരം വിളിക്കുന്നതിന് വരെ നിന്നെയാ സ്വപ്നം കണ്ടേ. സ്വപ്നത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളാം. എങ്ങനെ പറയാ? ഇനി എന്നെ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ നേരിട്ട് വരാം. കള്ളം. അല്ല, ഞാൻ വരാം. സത്യാണോ? എന്തിനാ സംശയിക്കുന്ന? ഞാൻ വരാന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ ഇയാൾ എവിടാന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ ഇപ്പൊ വേണ്ട, നെക്സ്റ്റ് സൺഡേ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് വരാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഫോൺ വെക്കല്ലേ. അവൻ ഇവിടെ വരുന്നുണ്ട്. മീര, അടുത്ത സൺഡേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഞങ്ങൾ ഇങ്ങോട്ടും പോകുന്നില്ല. എന്താ? എനിക്ക് ഒരു സ്ഥലത്ത് പോകണം, അതാ പറഞ്ഞേ. എവിടെ? ഡോക്ടറിനെ കാണാൻ. നിങ്ങൾക്ക് വേറെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടേ വേണ്ട, ഞാനത് ഡോക്ടറിനെ ക്യാൻസൽ ചെയ്തേക്കാം. അത് വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, സൺഡേ ഫുൾ ഫ്രീയാ. നീ എത്ര മണിക്ക് വരുവടി? ഈവനിങ് ഒരു 3 o'clock. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഞാനൊരു 2:45 അവിടെ എത്തിയേക്കാം. പിന്നെ യഥാർത്ഥ പേരെന്താന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മൾ നേരിട്ട് കാണാൻ പോവല്ലേ, പിന്നെന്താ. അപ്പൊ സൺഡേ 3 o'clock. ഓക്കെ, ഡൺ. യെസ്. ഭൂമി, ഞങ്ങൾക്ക് പുറത്തു പോണം, ഒന്ന് കഥ തുറന്നേ. അയ്യോ ഭൂമി, വേഗം റെഡിയായി വരണേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നിക്ക്, എനിക്കിന്ന് ഡോക്ടറിന്റെ അടുത്ത് പോണല്ലോ. അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തത്. ഓ സോറി, ഞാനതങ്ങ് മറന്നു. നോ പ്രോബ്ലം, ഞങ്ങളും കൂടെ വരും. ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ പോകും. അതൊന്നും പറ്റില്ല, ഞാൻ തനിയെ വരണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞേക്കുന്നേ. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളൂ, ഞങ്ങൾ കൺസൾട്ടിംഗ് റൂമിന്റെ പുറത്തല്ലേ നിൽക്കാൻ പോണേ. അതൊന്നും ഡോക്ടർ ഒരിക്കലും സമ്മതിക്കില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാൽ ഡോക്ടറിന് കൺസൾട്ടിംഗ് റൂം ഇല്ല. അതേത് ഡോക്ടറാ? അങ്ങനെയെങ്കിൽ ആ ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടറുടെ പേരെന്താ? അത് പേര് പറയുന്ന രീതിയിൽ അദ്ദേഹം വലിയ ഡോക്ടർ ഒന്നുമല്ല. ഞാൻ അദ്ദേഹത്തെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഭൂമി, നിങ്ങൾ പറയുന്നതൊക്കെ കള്ളോ. സത്യം പറഞ്ഞേ, എങ്ങോട്ടാ പോണേ? അത് ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടിനെ കാണാൻ പോകുന്നതിൽ എന്തിനാ നാടകം? അത് ആ ഫ്രണ്ട് ഒരു പെണ്ണാണ്. പെണ്ണോ? അതെ, നമ്മുടെ കോളേജിലാ പഠിക്കുന്നത്. എന്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരില്ലേ, അത് അവളാ വിളിക്കുന്നേ. ഇന്നലെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കാ. നിങ്ങൾ തമ്മിൽ എന്താ, പ്രേമാണോ? എനിക്ക് ഇഷ്ടം തന്നെയാ. അവൾക്കോ? അവള് കാണാൻ എങ്ങനെയാ, സുന്ദരിയാണോ? ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടില്ലെന്നോ? എന്നാ അവളെന്നെ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് അവളെ പെണ്ണ് കാണാൻ പോവാ. അല്ല, അവളെ കാണാൻ പോവാന്നാ പറഞ്ഞേ. നേരിട്ട് കാണുമ്പോ അവള് സുന്ദരി അല്ലെങ്കിലോ? സൗന്ദര്യം കണ്ണിന് പോരെ, മനസ്സിനില്ലല്ലോ. സൗന്ദര്യം ഇല്ലെങ്കിലും മനസ്സിലുള്ള സ്നേഹം ഇല്ലാതെ പോകോ? അതിരിക്കട്ടെ, ഇതൊക്കെ മുമ്പേ പറയേണ്ടതല്ലേ. എന്തിനാ ഇപ്പൊ ടൈം വേസ്റ്റ് ചെയ്യുന്ന? വേഗം പോയിക്കോ. ഓക്കെ, താങ്ക് യു. ഞാൻ റെഡി ആയിട്ട് വരാവേ. നിങ്ങൾ
പറഞ്ഞപ്പോ മുതൽ എനിക്ക് അവളെ കാണാൻ ആഗ്രഹം തോന്നുന്നു. ഞാനും വരട്ടെ? അയ്യോ വേണ്ട വേണ്ട, മീര വന്നാൽ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മീരയുടെ പുറകെയാണെന്നും പറഞ്ഞ് ഏത് നേരം അവള് അതിനവൾ എന്നെ കണ്ടെങ്കിലും വേണ്ടേ? ഞാൻ ദൂരെ എവിടെയെങ്കിലും നിന്ന് കണ്ടോളാം. ഇതൊക്കെ ആവശ്യമാണോ മീര? അതെ ഭൂമി, എനിക്ക് അവളൊന്ന് കാണണം. പറഞ്ഞാ കേക്ക് പ്ലീസ്. ഓക്കെ കം. മീര ഇവിടെ നിന്നോളൂ. അവിടെ ഞാനും അവളെ സംസാരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കി കാണാം. ഛേ, സമയം ഒട്ടും പോകുന്നില്ല. ഇനി 1/2 മണിക്കൂറുണ്ട്. എനിക്കൊരു സഹായം ചെയ്യാമോ? പറഞ്ഞോളൂ. ഇപ്പോ മീരയാണ് അവള്. അയ്യോ അങ്ങനെയല്ല, മീര വെറുതെ വിചാരിച്ചാൽ മതി. ഞാൻ അവളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രാവശ്യം ഞാൻ മീരയോട് പറഞ്ഞ് വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. ഭൂമി എത്തിയല്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും നാളും എൻ്റെ മുമ്പിൽ വരാതെ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? നീ സത്യത്തിൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ അതോ ചുമ്മാ തമാശക്കാണോ? അന്ന് നീ ഫോണിൽ പറയുമ്പോ സന്തോഷത്തിൽ എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. എന്നാ ഞാൻ നേരിട്ട് പറയാൻ പോവാ. I do love you. I really love you. Oh, sorry. Sorry. ഇപ്പം ഞാൻ മീരയോട് പറഞ്ഞ പോലെ പറഞ്ഞാൽ ഓക്കെ ആവുമല്ലേ? യെസ്, എനിക്കിപ്പോഴാണ് കോൺഫിഡൻ്റ് ആയത്. ഓക്കെ. ഒരു ഓൾ ദി ബെസ്റ്റ് പറയായിരുന്നല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. കണ്ടില്ല, സോറി. ചെറിയൊരു വെപ്രാളം. ഹലോ, ഇയാൾ എത്തിയോ? എവിടെയാ ഉള്ളേ? എന്നെ കണ്ടോ? എനിക്ക് നിന്നെ കാണണ്ട. ഇനി നീ എന്നെ കാണാൻ പോകുന്നില്ല. അമ്മോ, ആ മീരയെ കൊണ്ടുവരല്ലേന്ന് പറഞ്ഞിട്ടും അവളെ കൂട്ടിക്കൊണ്ട് വന്ന് അവളുടെ തോളി തൊട്ട് നിൽക്കുന്നു അല്ലേ? അയ്യോ അമ്മോ, അങ്ങനെയൊന്നും തെറ്റായിട്ട് നീ അതൊക്കെ കണ്ടില്ലെന്ന് വിചാരിക്കാണോ? യു ചീറ്റ്. എന്നോട് കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കുക നീ. ഐ ഹേറ്റ് യു. അമ്മോ, മീര വരാന്ന് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ. അപ്പോ എന്നെക്കാളും നിനക്ക് അവളെ പ്രധാനം അല്ലേ? അയ്യോ അമ്മു, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ചെറിയ കാര്യം പോലും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്ത നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്ത് ധൈര്യത്തിലാ നിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ പോകുന്നത്? ഇതുപോലെ നീ ഇനിയും എന്നെ ചതിക്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? അമ്മു, നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. ഇനി ഞാൻ നിനക്ക് ഫോൺ ചെയ്യില്ല. നീ എന്റെ കോളിന് വേണ്ടി കാത്തിരിക്കും വേണ്ട. അമ്മു, ഗുഡ് ബൈ. ഹലോ. എവിടെ? അവളെവിടെ? ഇല്ല,
അവൾ വന്നില്ല. വന്നില്ലേ? അതെന്താ? മീര വന്നത് കണ്ടപ്പോ അവൾക്ക് ദേഷ്യായി. എന്നിട്ട്? ഇനി അവൾ ഫോൺ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അയ്യോ, പാടില്ലായിരുന്നു. ഞാൻ വരാൻ പാടില്ലായിരുന്നു അല്ലേ? ചേച്ചേ, അതൊന്നും സാരമില്ല. മീര വേണേ നോക്കിക്കോ. അവൾ അങ്ങനെ പറഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ടും എന്നെ വിളിക്കുള്ളൂ. വാ പോകാം. വീണ്ടും അവള് വിളിക്കുമെന്ന് എന്ത് വിശ്വാസമുള്ള? യഥാർത്ഥ പ്രണയമാണെങ്കിൽ വിളിക്കാതിരിക്കാൻ കഴിയില്ല മീരെ. തീർച്ചയായും വിളിച്ചിരിക്കും.